പച്ച മാങ്ങാക്കച്ച എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഞാൻ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിനി തോല് കളഞ്ഞ് കൊണ്ടുവരണം. ഇനി ഇത് ചെറുതായിട്ട് മുറിച്ച് കൊണ്ടുവരണം. മുറിച്ച മാങ്ങാ കഷ്ണം കുക്കറിലോട്ട് ഇടുക. കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് ഒരു വിസിലടിക്കുന്നത് വരെ വേവിക്കുക. മാങ്ങ വെന്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് കൊണ്ടുവരണം. മിക്സിയിലിട്ട് അടിക്കണമെന്നില്ല, ഇതുപോലെ അടിച്ചാൽ മതി. ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അടുപ്പത്ത് വെക്കുക. ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കുക. ഇനി ഈ മാങ്ങ മിശ്രിതം അടുപ്പത്ത് ഒഴിക്കുക. ഇതുപോലെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. ഇതിലേക്ക് 3 സ്പൂൺ പഞ്ചസാര ചേർക്കുക. കുറച്ച് ചെറുനാരങ്ങ ഒഴിക്കുക. ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് വെക്കുക. നെയ്യ് പുരട്ടി വെക്കുക. ഇതെല്ലാം ആയിട്ടുണ്ട്. ഇനി ഈ പ്ലേറ്റിലേക്ക് ഒഴിക്കുക. ഇതേപോലെ പരത്തുക. ഇനി ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കണം. ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കുക. 2 ദിവസത്തെ വെയിൽ കൊണ്ട് ഉണങ്ങിയതാണ് ഇത്. ഇനി നമുക്ക് ഒരു സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ അരികെല്ലാം ഇതേപോലെ ഇളക്കിയിട്ടെടുക്കുക. ഇനി ഇതുപോലെ ചുരുട്ടിയെടുക്കുക. ചുരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിക്കുക. 1 കൊല്ലം വരെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. മധുരവും പുളിയും ഉപ്പും എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഉണ്ടാക്കി നോക്കുക.